രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് ലൈംഗിക പീഡന പരാതി നൽകി. ഇതോടുകൂടി രാഹുലിന്റെ ഇതുവരെയുള്ള എല്ലാ പ്രതിരോധവും പൊളിയുകയാണ്. പാലക്കാട് MLA-ക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രി ആ പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നു. ഇനി എന്ത് സംഭവിക്കും? ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഡിജിറ്റൽ തെളിവുകളടക്കം എല്ലാ തെളിവുകളും യുവതി മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുമുണ്ട്. ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു വിശാലമായ പാനൽ നമ്മോടൊപ്പം ഉണ്ട്. ആദ്യം R അനന്തകൃഷ്ണൻ എന്താണ് ഇന്ന് സംഭവിച്ചതെന്നും ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് വിശദീകരിക്കും. അനന്തകൃഷ്ണൻ, കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഈ യുവതി പരാതി നൽകും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയെന്ന് മാത്രമല്ല ഡിജിറ്റൽ തെളിവുകളും സമർപ്പിച്ചതായി മനസ്സിലാക്കുന്നു. ഇതിനോടകം തന്നെ പൊതുസമൂഹത്തിൽ വന്നു കഴിഞ്ഞിട്ടുള്ള തെളിവുകളാണോ അതോ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ടോ? ക്രൈംബ്രാഞ്ച് സ്വാഭാവികമായിട്ടും ഇതിലേക്ക് വിശദമായി കടക്കാനുള്ള സമയമായിട്ടില്ല എങ്കിൽ പോലും അറസ്റ്റ് അനിവാര്യമാകുന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ? അഭിലാഷ്, ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ഈ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ വലിയ വഴിത്തിരിവുണ്ടായത്. 4 മണിയോടെയാണ് ഈ യുവതി നേരിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി സെക്രട്ടേറിയറ്റിലെ ഓഫീസിലേക്ക് എത്തിയത്. 4:15 ഓഫീസിലേക്ക് വന്നു. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരിട്ട അനുഭവങ്ങൾ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. അദ്ദേഹം പരാതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പരാതി കൊടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ മുന്നിലിരുന്ന് തന്നെ 3 പേജിൽ ഈ പരാതി എഴുതി നൽകുകയായിരുന്നു. പിന്നീടാണ് മുഖ്യമന്ത്രി DGP H. വെങ്കടേഷിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഈ പരാതി കൈമാറിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഒരു ക്രൈംബ്രാഞ്ചിന്റെ ഒരു പ്രത്യേക സംഘം അന്വേഷിക്കുകയാണ്. അവർ നേരത്തെ ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ശബ്ദരേഖ പുറത്തു വന്നപ്പോഴാണ് ക്രൈംബ്രാഞ്ച് ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ടീമിനെ നിശ്ചയിച്ചത്. പക്ഷേ അന്ന് ഈ പെൺകുട്ടി പരാതി നൽകാനോ മൊഴി നൽകാനോ തയ്യാറായില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാം കക്ഷികളായിട്ടുള്ള ആൾക്കാർ ഇമെയിൽ മുഖാന്തരം DGPക്ക് നൽകിയ ചില പരാതികളുണ്ട്. ആ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തതും ഈവ് ടീസിംഗ്, അതായത് പിന്തുടർന്ന് ശല്യം ചെയ്യുക എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള വകുപ്പുകൾ ചുമത്തിയുള്ള ഒരു FIR രജിസ്റ്റർ ചെയ്യുകയും, പക്ഷേ അപ്പോഴും ആ FIR അങ്ങനെ തന്നെ നിൽക്കുമ്പോഴും ഈ മൂന്നാം കക്ഷികളുടെ പരാതിയിൽ നടപടിയെടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടായിരുന്നു. അതിനൊപ്പം തന്നെ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഈ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തിയിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിയെ കണ്ടെത്തി അവരുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് മനസ്സിലാക്കി. പക്ഷേ ഒരു IPS ഉദ്യോഗസ്ഥ തന്നെ നേരിട്ട് അവരുമായി സംസാരിച്ചപ്പോൾ പോലും അവർ ഈ പരാതി നൽകുന്നതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. അതിന് ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്, മാനസികമായ ചില ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണെന്ന് മറുപടി നൽകിയത്. പക്ഷേ ഇപ്പോൾ ആ പെൺകുട്ടി തയ്യാറായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഇനി ശക്തമായ നടപടി രാഹുലിനെതിരെ ഉണ്ടാകും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. അതിന് കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ശബ്ദരേഖ അത് ആദ്യം വന്നതിനേക്കാൾ ഗൗരവം അർഹിക്കുന്നതാണ്. കാരണം ഒരു പെൺകുട്ടിയെ പ്രലോഭിപ്പിക്കുന്നു, അയാളുടെ ഇംഗിതത്തിന് ആ പെൺകുട്ടിയെ തയ്യാറാക്കുന്നു, അതിനുശേഷം നേരെ തിരിച്ചൊരു സ്റ്റാൻഡ് എടുക്കുന്നു, നിർബന്ധിച്ച് ആ പെൺകുട്ടിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാനുള്ള ഒരു നിർബന്ധം അയാൾ പ്രയോഗിച്ചുകൊണ്ട് അത് നടപ്പാക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി തൻ്റെ ശാരീരികമായ അവസ്ഥകളെക്കുറിച്ചൊക്കെ വളരെ ദയനീയമായി പറയുമ്പോൾ പരിഹാസവും ഭീഷണിയുമാണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രഥമ ദൃഷ്ട്യാ ഒഫൻസ് ഉണ്ട് എന്നാണ് പോലീസ് നേരത്തെ വിലയിരുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവമായ ജാമ്യമില്ലാ കുറ്റങ്ങൾ രാഹുലിനെതിരെ ചുമത്തപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആദ്യം പെൺകുട്ടി പരാതി നൽകിയെങ്കിലും പെൺകുട്ടിയുടെ മൊഴിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം എടുക്കാൻ പോകുന്നത്. അത് ഇന്ന് രാത്രി തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത് എടുത്താൽ ഉടനെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഉണ്ടാകും. പ്രത്യേകിച്ച് സ്വാഭാവികമായും ഇതിന് രാഷ്ട്രീയ മാനങ്ങളുണ്ട്, തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. എന്തായാലും അതിനെ ആ രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കപ്പെടും എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഏതായാലും പോലീസ് അതൊന്നും നോക്കുന്നില്ല. ഒരു പെൺകുട്ടി, ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ഗൗരവമുള്ളത്, മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് ഈ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി കൂടി ഈ കേസിൽ, ഈ ആരോപണത്തിൽ കക്ഷിയായിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് നേരിട്ട് കിട്ടിയ പരാതിയാണ്. അപ്പോൾ അതേ ഗൗരവത്തിൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഏതായാലും DGP H. വെങ്കടേഷ് അതിന്റെ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. അവർ ആ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഏതൊക്കെ ചാർജ് ഇടണം എന്നത് അടക്കമുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്.